അപ്പൊ നമ്മള് ബ്രൈറ്റനിൽ പോവാണ്. അമ്പിയെ പോലെ വന്നിട്ട് മണ്ണിപ്പ് കേട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ട്രാവൽ ഗൈഡ് എന്ന് പറയുന്നത് ഞാനൊരു ഇൻട്രോവേർട്ട് ആണ്, പക്ഷേ അതെ മിസ്റ്റർ ദിഗംബരൻ, തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? അത് തന്നെ പോയല്ലടാ. അപ്പൊ നമ്മള് ബ്രൈറ്റനിൽ പോവാണ്. ദീപ് നാളെ പോകുന്നതുകൊണ്ട് നമ്മള് ഒരു സെന്റ് ഓഫ് കൊടുക്കാൻ വേണ്ടി ഞങ്ങള് എല്ലാവരും നല്ല വിഷമത്തിലാണ്. നീയോ ചിരിക്കാതെ പറയടാ. പോകുന്നോണ്ട് സീരിയസ്ലി പോകുന്നോണ്ട് നല്ല വിഷമത്തിലാണ്. ഇവ കണ്ണട വെച്ചത് കണ്ണീര് കാണിക്കാതിരിക്കാനാണ്. അവിടെ എല്ലാവരും തേങ്ങി കരയാണ്. പക്ഷെ സ്റ്റിൽ ഞങ്ങള് എൻജോയ് ചെയ്യാൻ ദീപ് അവിടെ ഇരുന്ന് കരയാണ് കാണിച്ചത് കേട്ടോ. ദീപ് എന്നൊരു കലിപ്പിട്ട നോട്ടം നോക്കുന്നുണ്ട്. അവള് വ്ളോഗിൽ കൂട്ടാത്തതുകൊണ്ട് ഞാനും വൈശാഖും വ്ളോഗ് എടുക്കാൻ തുടങ്ങി. അപ്പൊ ഇന്ന് ബ്രൈറ്റനിൽ പോയിട്ട് അവിടുന്ന് ഒരു നീ എന്തോ ഡയലോഗ് അടിക്കണമെന്ന് പറഞ്ഞല്ലേ? ആ, വൈശാഖ് അങ്ങനെ ക്യാമറയിൽ അങ്ങനെ മിണ്ടാത്തൊരുത്തരാണ്. അങ്ങനെ പെട്ടെന്ന് മിണ്ടാൻ. ഞാനൊരു ഇൻട്രോവേർട്ട് ആണ്, പക്ഷേ ഇന്ന് ദീപ് പോകുന്നോണ്ട് ഞാൻ കഷ്ടത്തോടെ അക്കുമുണ്ട് കഞ്ചുണ്ട്. നമ്മളിപ്പോ ഇവിടെ ഇറങ്ങണത് നമ്മള് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലാണ് പോകുന്നത്. അതിന് പോകുന്നതിനൊരു കാരണമുണ്ട്. ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് ഒരു ഷൂസ് വാങ്ങി കൊടുക്കാൻ പോവുകയാണ്. അത് അവൾക്ക് അറിയില്ല. അറിയാതെ നമ്മൾ ഓക്സ്ഫോർഡ് സർക്കസിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോകുന്ന അവളോട് പറഞ്ഞു. പക്ഷെ നമ്മൾ ഷൂസ് വാങ്ങാനാണ് പോകുന്നത്. നീ നാട്ടിലെത്തുമ്പോ ഞങ്ങൾ ഈ വീഡിയോ അയച്ചു. വേണ്ട, എനിക്ക് വ്ളോഗ് ചെയ്താൽ മതി. എന്നാ പിന്നെ എന്റെ കൂടെ ഉള്ള വ്ളോഗ് ഇടണം. ഇവന്റെ കൂടെ കുണ്ടന്റെ കൂടെ ഇടാമെങ്കിൽ എന്റെ കൂടെ ഇട്ടാൽ എന്താ? ഞാൻ ഗേളാ, നീ കുണ്ടൻ. അല്ല, നീ കുണ്ടൻ. ഇതാണ് ഇവരുടെ കുഴപ്പം. തമ്മ കണ്ട അമ്മ എന്റെ മൂക്ക് ചണ്ടക്ക് അമ്പിയെ പോലെ വന്നിട്ട് മണ്ണിപ്പ് കേട്ട്. ഞാനിടാം. എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നാളെ ഞാൻ പോവാണ്. അതായത് നമ്മളിങ്ങനെ വണ്ടി തള്ളി നമ്മളെവിടെയുള്ളത് ഗ്രീൻ പാർക്ക്. നമ്മള് നോർത്ത് ഈസ്റ്റിന്ന് പിക്കടിൽ കയറി ഗ്രീൻ പാർക്ക് ഇറങ്ങി. ഗ്രീൻ പാർക്കിൽ നിന്ന് നമ്മള് വിക്ടോറിയ രണ്ടുപേരും കൂടെ ഉണ്ട്. അവര് മുന്നിൽ പോവാണ്. വിക്ടോറിയ കുറച്ച് ഷൈ ആണ്. ഇവരെന്താണ് ഷൈൻ്റെ ആൾക്കാരാണ്. ഹായ് ഷൈൻ. അക്ക് നോക്കി കണ്ടോ ഒരു പട്ടിയെ പോലും വെറുതെ എടുത്തില്ല. നമ്മളെന്തിനിങ്ങടെ വന്നത്? പറയ്. കണ്ടോ?
എനിക്ക് ഏത് കളർ ഇഷ്ടം? ബ്ലാക്ക്. ഷൂസിന്റെ കാര്യത്തിലോ? അതെനിക്ക് അത് ഔട്ട്ഫിറ്റിനനുസരിച്ചാ. ടൈഗറിന്റെ എല്ലാം എനിക്ക് ഇഷ്ടം, പക്ഷെ ക്ലാസിക് യെല്ലോ ആയതുകൊണ്ട് അതെടുക്കാന്ന് വിചാരിക്കുന്നത്. Finally, I've got a tiger from my Akku Seta, Kanju, Suppandi and Bichu. Thank you so much. പെട്ടി കാണിക്കേ. എവിടെയാ പോണേ നമ്മള്? ആരെടുത്ത പോണേ? ആരെടുത്ത്? നമ്മളവിടെ ആരാ ഉള്ളേ? നമ്മുടെ നൗഫി കുട്ടൻ. ട്രെയിനിൽ കയറി മെഗ്ഡേന്ന് ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും 59 കറക്റ്റ് ആയപ്പോഴത്തേക്കും വണ്ടി എടുത്തു. എന്താ ടൈം? ഇത് നാട്ടിലെ വണ്ടി ഹോണൊക്കെ അടിച്ച് ഇതാരും കാത്തക്കൂല. ഞങ്ങളെ മെസ്സി ടേബിൾ. ഡേ കണ്ടോ, ഒരുത്തൻ മാറിയിരുന്ന് സംസാരിക്കണേ. ഏതോ ഒരു പെണ്ണിനോട് സുള്ളാന്നാ വിചാരിച്ചേ, പക്ഷെ അല്ല, അവനവൻ്റെ സത്യസന്ധത തെളിയിച്ചു. ഡാഡി ആയിരുന്നു ഡാഡി. തുടക്കം എങ്ങനെയല്ല നമ്മളെ സംബന്ധിച്ചു പൂരമിനിക്കൊന്ന് കൂടണം കാന്ത, പൂരമിനിക്കൊന്ന് കൂടണം കാന്ത, ഞാനും തൃശ്ശൂർ പൂരം കാണാൻ. ഓക്കെ, ഞങ്ങളിപ്പോ ബ്രൈറ്റൺ സ്റ്റേഷനിലെത്തി. ഇതാണ് സ്റ്റേഷൻ. ഞാൻ കാണിച്ചത് എന്ത് രസം. അതേപോലെ ബസ്. ഞങ്ങൾ ഇവിടുത്തെ റോഡൊക്കെ കാണിച്ചത് നോക്കി. ഭയങ്കര സ്ലീപ്പ് റോഡാണ്, നല്ല രസമുണ്ട് കാണാൻ. ഇത് ജസ്റ്റ് ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങിയതിൻ്റെ റൈറ്റ് സൈഡുള്ള റോഡാണ് ഇത്. വേറൊരു പെങ്കുച്ചതോ ഫോട്ടോ എടുക്കുന്നുണ്ട് അവിടെ നിന്ന്. നമ്മുടെ
നമ്മൾ ടൂറിസ്റ്റ് ഗൈഡ് ടൂറിസ്റ്റ് ഗൈഡ് എവിടെ പോവാണെങ്കിലും നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, എല്ലാ ഊട് വഴികളും നമുക്ക് ഊട് വഴികള്. കടി വാങ്ങല്ലേ ഒരു പട്ടിയുണ്ട് ഇവിടെ. ആ കാറിന്റെ ഉള്ളില് ഏതൊരു പട്ടിയല്ലേ? റോട്ട് വീലർ ഒരു നല്ല സാധനം, സ്വയംഭൂ സാധനം. എടാ നമ്മള് കഞ്ചുവിനെ പറഞ്ഞത് ഫുള്ളായില്ല. അപ്പൊ നമ്മൾ ഇന്നത്തെ ട്രാവൽ ഗൈഡ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇന്നത്തെ അല്ല, എന്നത്തെയും എപ്പോ ഞങ്ങള് പുറത്തു പോകുമ്പോഴും ഒരു ഊട് വഴികള്, കടകള്, കഴിക്കേണ്ട എല്ലാം കറക്റ്റ് ആയിട്ട് അറിഞ്ഞു വെക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ ട്രാവൽ ഗൈഡാണ് കഞ്ചുദുരൈ. ശരിക്കത്തെ പേര് ഗൗതം ശിവമണി. പേരിലാണ് പോയത്. ഇത് ശുപ്പാണ്ടി, ഇത് പൊട്ടു, ഇത് ദീപു, ഇത് കള്ളിയത്, ഇത് മൂച്ചിയത്. ഈ ഷോപ്പ് ഉണ്ടല്ലോ, ഈ മാർക്കറ്റിൽ ഇറങ്ങിയതിന് ശേഷം ഞങ്ങളിപ്പോൾ ആദ്യം ആ ഒരു ഷോപ്പിൽ കയറി. അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല, പക്ഷേ അവിടെയൊക്കെ ഒരു പ്രത്യേക മണം, ഭയങ്കര ഒരു മണം ഉണ്ടായി. അതേപോലെയാണ് ഈ ഷോപ്പിലേക്ക് ഞങ്ങൾ എൻ്റർ ചെയ്യാൻ പോവാണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ ഭയങ്കര മണം അല്ലേ, മറ്റേ സാമ്പ്രാണിയുടെ മണല്ലേ, കണ്ടോ? ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. പാറ്റേൺ വരുന്നത് പെൻഡുലം പാറ്റേൺസ്. ക്രിസ്റ്റൽസ്, സ്റ്റോൺ, ഗ്രാഫൈറ്റ്, 8 ആണുള്ളത്. പാം സ്റ്റോൺസ്, ഇത് നോക്കി, പാം സ്റ്റോൺസ് നോക്കി, നല്ല രസമുണ്ട്. കഞ്ചു ഓരോന്നിനും ഓരോന്നാ. ഓരോ സ്റ്റോൺസിനും ഇല്ലേ ഓരോ ഇതുണ്ട്. ചിലതിന് ഭയങ്കര കാമിങ് ആയിട്ടുള്ളതുണ്ട്, എല്ലാം എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഹെൽപ്പ് സോഫൻ ടോൺ, എയ്ഡ്സ് കോൺഫൈഡ്. അതെന്താ എനിക്ക് വായിക്കാൻ അറിയുന്നില്ല കേട്ടോ. ഓരോന്ന് തട്ടി ഓരോരോ സൗണ്ടാണ്. ആൾക്കാർ പ്രാർത്ഥിച്ചിട്ട് ഒരു കോയിനെടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്ന കാണുന്നുണ്ട്. എന്തോ നമ്മൾ ആഗ്രഹിച്ചൊക്കെ വലിക്കുന്നതാണത്രേ. എന്നാൽ പിന്നെ ഞാൻ ഊട്ടേക്കാന്ന് പറഞ്ഞൊരു കോയിനിട്ടിട്ടുണ്ട്. എന്താ പ്രാർത്ഥിച്ചും ജയിക്കരുത് കേട്ടോ, അത് സീക്രട്ടാ.
നമ്മൾ നേരത്തെ കണ്ട കൊച്ചു സ്ട്രീറ്റിൽ നിന്ന് ഒരു 2, 3, 4 കടാസിലൊക്കെ കയറി ഇറങ്ങി. ഭയങ്കര രസമായിരുന്നു, നല്ല വൈബ്. കുറേ സോവിനോഴ്സ്, കുറേ ഗേളി സ്റ്റഫ്സ് എല്ലാം കണ്ടു. നല്ല രസമുണ്ട് കാണാൻ. ഒരു ഷോപ്പിൽ കയറിയാൽ തന്നെ കുറഞ്ഞതൊരു 15 മിനിറ്റ്സ് നമ്മളോട് ചെലവ് ചെയ്യും. അത്രയും കാണാൻ ഉള്ളൊരു ഷോപ്പാണ് ഇത്. ഭയങ്കര ഭംഗിയുണ്ട്. വോളിൽ ഇങ്ങനെ പ്രൊജക്റ്റഡായി സ്നെയിൽ. പിന്നെ അവിടെ വേറെ ഒരു സാധനം ഉണ്ട്, പോയിട്ട് കാണിച്ചു തരാം. ഈ സ്ട്രീറ്റും ഭയങ്കര രസമുണ്ട്. അത്ര ക്രൗഡഡ് അല്ല, നേരത്തെ കണ്ട സ്ട്രീറ്റിന് അത്ര ക്രൗഡഡ് അല്ല. പിന്നെ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, നല്ല അടിപൊളി ബിൽഡിംഗ്. ഓരോ വാൾസും ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള എന്തൊക്കെയോ സ്റ്റഫ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ സ്നെയിൽ കാണിച്ചു തന്ന പോലെ കുറേ യുണീക്ക് സ്റ്റഫ്സ് ഓരോ വാൾസിനും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഭംഗിയുള്ളൊരു ഷോപ്പ്, എനിക്കിഷ്ടമായി. ഒരു മൊറോക്കൻ ഷോപ്പ്. ബ്രൈറ്റനിലെത്തി. കാണിച്ചരാ. മാമ വന്നു ഞങ്ങളത്. ഹായ് അപ്പൊ ഞങ്ങള് റൈറ്റൻ വന്നിട്ട് നൗഫിയുടെ വീട്ടിലോട്ട് വന്നു. നൗഫിയുടെ വീടാണ് ഇത്. ഈ ബിൽഡ് ബെല്ലരി കോർട്ട്. നൗഫിയുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ ഒരു ഹിൽ ഏരിയ ഉണ്ട്, നല്ല അടിപൊളി വൈബ് സ്ഥലം. അങ്ങനെ നൗഫി നമ്മളവിടെ കൊണ്ടുപോയി പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് ആ ദിവസം നമ്മളങ്ങ് അർമ്മതിച്ചു. പിന്നെ നമ്മുടെ വൈബിനൊത്ത് കൂട്ടുകാരുണ്ടെങ്കിലേ സമയം പോകുന്നൊന്നും നമുക്കറിയത്തേയില്ല. ഡാൻസും പാട്ടും ഒക്കെ ആയ ദിവസം തീരുമ്പോഴേ ഉള്ളിലൊരു വിങ്ങലായിരുന്നു, പിറ്റേ ദിവസം ദീപ പോവല്ലോ എന്ന്. പെട്ടെന്ന് തിരിച്ചു വരുന്ന പ്രതീക്ഷയോടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.